കണ്ണൂർ നടുവിൽ CPIM പ്രവർത്തകനെ തട്ടിക്കൊണ്ടുപോയി ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ RSS ഭീഷണി. അമ്പലത്തിൽ സുഹൃത്തിനൊപ്പം പോയത് RSS പ്രവർത്തകനെ കൊല്ലാനെന്ന് ഷാക്കിറിനെ കൊണ്ട് വാൾ വച്ച് ഭീഷണിപ്പെടുത്തി പറയിച്ച് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് RSS സംഘത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടോടി ചികിത്സയിൽ കഴിയുന്ന ഷാക്കിർ പീപ്പിൾ TVയോട് പറഞ്ഞു. ഉച്ചയ്ക്ക് 12:30 നാടിനെ ഞെട്ടിച്ച സംഭവമുണ്ടായത്. നടുവിൽ ടൗണിൽ കൂട്ടുകാരനോട് സംസാരിച്ചു നിൽക്കവേ CPIM പ്രവർത്തകൻ ഷാക്കിറിനെ ജീപ്പിലെത്തിയ RSS സംഘം മർദ്ദിക്കുകയും ജീപ്പിൽ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ശ്രീകണ്ഠാപുരം CI അടക്കം ഊർജിതമായി ഷാക്കിറിനു വേണ്ടി അന്വേഷണം നടത്തവേ കണ്ണാടിപ്പറമ്പ് ക്രഷറിനടുത്ത് വെച്ച് ഷാക്കിർ വണ്ടിയിൽ നിന്നും ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സുഹൃത്തുക്കളെ ഫോണിൽ വിവരമറിയിച്ച് അവരെത്തിയാണ് ഷാക്കിറിനെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചത്. ദേഹമാസകലം മർദ്ദനത്തിന്റെ പാടുകളുണ്ട്. തലക്ക് വാളുകൊണ്ട് വെട്ടേറ്റിട്ടുണ്ട്. ഷാക്കിറിനെ മർദ്ദിച്ചവശനാക്കിയ ശേഷം വാളുവെച്ച് ഭീഷണിപ്പെടുത്തിയ 8 സംഘം ഒരു RSS പ്രവർത്തകനെ കൊല്ലാൻ ലക്ഷ്യമിട്ട് വാളുമായി പോയി എന്ന് പറയണമെന്ന് ഭീഷണിപ്പെടുത്തി. ഇല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടിക്കൊല്ലും. ജീവൻ രക്ഷിക്കാനായി ഷാക്കിറിന് അവർ പറഞ്ഞ രീതിയിൽ പറയേണ്ടി വന്നുവെന്ന് ഷാക്കിർ പീപ്പിൾ TVയോട് പറഞ്ഞു. അടിച്ചതിന് ശേഷം ഫോണിൽ വീഡിയോ എടുത്തിട്ട് പറഞ്ഞു, നീ ഇന്നലെ വാളും കൊണ്ട് അമ്പലത്തിൻ്റെ അവിടെ വന്നായിരുന്നു, ഒരു ഏട്ടനെ കാണിച്ചിട്ട് പറഞ്ഞു ഇയാളെ കൊത്താൻ വേണ്ടിട്ട് വന്നതാണ്, ഇത് നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാത്ത ഞാൻ പറയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാളെടുത്തിട്ട് പറഞ്ഞു കൊല്ലും. ഞാൻ പറഞ്ഞു ഫോണിൽ പറഞ്ഞില്ലെങ്കിൽ എന്തായാലും കൊല്ലും എന്ന് പറഞ്ഞു. ഞാൻ പറയാന്ന് പറഞ്ഞ് ലാസ്റ്റ് ഫോണിൽ പറഞ്ഞു. ഞാൻ അവർ വീഡിയോ പിടിച്ചു പറയുമ്പോൾ ക്യാമറയിൽ ഇത് പകർത്തിയതിനു ശേഷം വീണ്ടും വാഹനത്തിൽ കയറ്റുമ്പോഴായിരുന്നു ഷാക്കിർ രക്ഷപ്പെട്ടത്. 6 മാസം മുൻപായിരുന്നു ഷാക്കിർ ഹിന്ദുമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്തത്. അതിനുശേഷം ഷാക്കിറിന്റെ വീട്ടുകാർക്ക് നേരെയും നിരന്തരമായ ആക്രമണങ്ങളാണ് RSS സംഘം നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 2 മാസം ഉൾപ്പെടെ ഇവന്റെ അനുജൻ സിറാജിനെ RSSകാർ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി. വാളായിട്ട് പുറകിൽ പോയി വെട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് കുടിയാമല പോലീസ് സ്റ്റേഷൻ SI സംഘവും അഭിചാരികമായിട്ട് അവിടെ എത്തിയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് അവൻ രക്ഷപ്പെട്ടത്. കുടിയാൻമല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഷാക്കിറിനെ തട്ടിക്കൊണ്ടുപോയ ജീപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവുമായി എടപ്പാടി പളനിസ്വാമി ഗവർണറെ കണ്ടു. 124 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് അറിയിച്ചു. പനീർശെൽവം ഗവർണർ കൂടിക്കാഴ്ച രാജ്ഭവനിൽ നടന്നു. വിവരങ്ങൾ മനു ശങ്കരൻ നൽകും. മനു, പളനിസ്വാമിയും ഒപ്പം പനീർശെൽവവും ഗവർണറെ കണ്ടിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇരുവരും ഗവർണറെ ധരിപ്പിച്ചത്? സർക്കാർ രൂപീകരിക്കാൻ ഏത് തരത്തിലുള്ള അവകാശവാദമാണ് ഇരുവരും ഉന്നയിച്ചത്? പളനിസ്വാമി നേരത്തെ തന്നെ 123 MLA-മാരുടെ പിന്തുണയുള്ള ഒപ്പുവെച്ച സമ്മതപത്രം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ ഇരു നേതാക്കളെയും വിളിച്ചു വരുത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കൂടിക്കാഴ്ചയ്ക്ക് അങ്ങോട്ട് അവസരം തേടാതെ ഗവർണർ തന്നെ ഒരു അവസാനവട്ട കൂടിക്കാഴ്ച എന്നോണം ഇരു നേതാക്കളെയും വിളിച്ചു വരുത്തുകയായിരുന്നു. പളനിസ്വാമി ഈ ഭൂരിപക്ഷം തെളിയിക്കുന്ന MLA-മാർ ഇപ്പോഴും തങ്ങൾക്കൊപ്പമുണ്ട്, എത്രയും വേഗം മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം അനുവദിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഗവർണർ മറുപടി നൽകിയതാകട്ടെ കാത്തിരിക്കൂ, ഉചിതമായ മറുപടി നൽകാം എന്നാണ് ഗവർണർ അറിയിച്ചത്. ഇതിനെ തുടർന്ന് 40 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എടപ്പാൾ K പളനിസ്വാമി തിരികെ പോയി. ഇതിനുശേഷമാണ് 1 മണിക്കൂറിന് ശേഷം പനീർസെൽവം എത്തുന്നത്. പനീർസെൽവം 1 മണിക്കൂറോളം തന്നെ ഗവർണർ ശ്രീ വിദ്യാസാഗർ റാവുമായി കൂടിക്കാഴ്ച നടത്തി. പനീർസെൽവവും തങ്ങൾക്കൊപ്പം MLA-മാർ ഉണ്ട് എന്ന ഉറപ്പ് ഗവർണർ മുമ്പാകെ നൽകിയെന്നും ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകണം എന്ന് കർശനമായി ആവശ്യപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇക്കാര്യത്തിൽ ഗവർണർ എന്ത് നിലപാടിന് സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. എടപ്പാൾ K പളനിസ്വാമിയെ ഭൂരിപക്ഷം തെളിയിക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും പളനിസ്വാമിയെ തന്നെയാണ് ഗവർണർ ക്ഷണിക്കേണ്ടത്. മറ്റൊരു സാധ്യത ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രിയായ പനീർസെൽവത്തെ തന്നെ ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ ക്ഷണിക്കുക എന്നതാണ്. ഈ 2 തീരുമാനങ്ങളിൽ എന്ത് ഗവർണർ കൈക്കൊള്ളുമെന്നാണ് അറിയേണ്ടത്. ഇന്നെന്തായാലും തീരുമാനം പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. നാളെ ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. അതിനാൽ തന്നെ ഈ ശശികല ഇനി ജയിലിനകത്ത് ഇരുന്നുകൊണ്ട് ഏറ്റവും അടുത്ത അനുയായി എടപ്പാൾ K പളനിസ്വാമി ഉപയോഗിച്ച് തമിഴ്നാട് ഭരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പക്ഷേ ഇരു കൂട്ടർക്കും ഭൂരിപക്ഷം തെളിയാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ പിന്നീട് ഒരു ഇടക്കാല രാഷ്ട്രപതി ഭരണവും പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വഴിവെക്കാനും ഗവർണർക്ക് ഒരു പദ്ധതിയുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു എന്നാണ് അറിയുന്നത്. ഇത് മുതലെടുക്കാൻ DMK-യും കാത്തിരിക്കുന്നു. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് തമിഴ്നാട് പോകുമോ എന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി മോഹം തുറുങ്കിലടച്ച് ശശികല കോടതിയിൽ കീഴടങ്ങി. പരപ്പന അഗ്രഹാര ജയിലിൽ 7-ാം ബ്ലോക്കിലെ വനിതാ തടവുകാർക്കൊപ്പമാണ് ശശികലയെ മാറ്റിയത്. കൂട്ടുപ്രതികളായ ഇളവരശിയും സുധാകരനും കീഴടങ്ങി. മുഖ്യമന്ത്രി മോഹം തുറങ്കലിലടച്ച് പരപ്പന അഗ്രഹാര ജയിലിലെ 7-ാം ബ്ലോക്കിലെ വനിതാ സെല്ലിൽ 10,711 നമ്പർ തടവുകാരിയായി ശശികലയെ പ്രവേശിപ്പിച്ചു.
ജയിലിൽ സജ്ജമാക്കിയ താൽക്കാലിക കോടതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ശശികലയെയും ഇളവരശിയെയും ജയിലിലേക്ക് മാറ്റിയത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പ്രത്യേക സൗകര്യം വേണമെന്നുമുള്ള ആവശ്യം മജിസ്ട്രേറ്റ് അശ്വിൻ നാരായൺ അംഗീകരിച്ചില്ല. ഒരു അധികാര സ്ഥാനവും വഹിച്ചിട്ടില്ലാത്തതിനാൽ സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണന മാത്രമേ ശശികലയ്ക്കും ലഭ്യമാകൂ. തൊട്ടുപിന്നാലെ ജയലളിതയുടെ വളർത്തുമകൻ കൂടിയായിരുന്ന VN സുധാകരൻ കോടതിയിൽ കീഴടങ്ങി. 6 മാസത്തെ ശിക്ഷാ കാലാവധി നേരത്തെ അനുഭവിച്ചതിനാൽ 3.5 വർഷത്തെ ജയിൽവാസമാണ് ഇനി ശശികലയ്ക്കും ഇളവരശിക്കും സുധാകരനും അനുഭവിക്കേണ്ടത്. പോയിസ് ഗാർഡിൽ നിന്നും റോഡ് മുഖാന്തരമാണ് ശശികല കോടതിയിലെത്തിയത്. അടുത്ത അനുയായികൾ ശശികലയെ 3 വാഹനങ്ങളിലായി അനുഗമിച്ചു. ജയലളിതയുടെ സമാധി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് 3 തവണ കൈകൊണ്ടടിച്ച് വൈകാരികമായി പ്രതികരിച്ച ശേഷമാണ് ശശികല കോടതിയിലേക്ക് തിരിച്ചത്. ഭരണതലപ്പത്തും പാർട്ടി തലപ്പത്തും സ്വാധീനമുറപ്പിച്ചാണ് ശശികല നിയമ നടപടി നേരിടാൻ പുറപ്പെട്ടത്. അടുത്ത ബന്ധുവും ജയലളിത നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാവുമായ TTV ദിനകരനെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി ശശികല പ്രഖ്യാപിച്ചു. ജയിലിനകത്ത് കഴിഞ്ഞ് ജയലളിത പനീർസെൽവത്തെ വെച്ച് ഭരണം നിയന്ത്രിച്ചതുപോലെ പളനിസ്വാമിയിലൂടെ തമിഴകം നിയന്ത്രിക്കാൻ ശശികലയ്ക്കാകുമോ എന്നറിയാൻ ഗവർണറുടെ പ്രഖ്യാപനത്തിനായി രാജ്യം കാതോർക്കുകയാണ്. മനുശങ്കർ, ദില്ലി. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ആരംഭിക്കുന്ന ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകി. വിമാനത്താവളം സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് KSIDCയെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പട്ടികവർഗത്തിനും മാത്രമായും മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് സഹായകരമായ തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ആരംഭിക്കുന്ന ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനാണ് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകിയത്. വിമാനത്താവളം സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് KSIDCയെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. UDF കാലത്തെ കടുംവെട്ട് വിഷയത്തിലെ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് പരിഗണനയ്ക്കെടുത്ത മന്ത്രിസഭായോഗം റിപ്പോർട്ടിൽ വിശദമായ ചർച്ച വേണമെന്ന് കാട്ടി മാറ്റിവെക്കുകയായിരുന്നു. മന്ത്രിസഭായോഗത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇവയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പട്ടികവർഗത്തിന് മാത്രമായും മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് സഹായകരമായ 44 സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിക്കും. കേരള സ്റ്റേറ്റ് റോഡ് ഫണ്ട് ബോർഡ് പുനഃസംഘടിപ്പിക്കും. പുതിയ തസ്തികകൾ സൃഷ്ടിച്ചും പുനർവിന്യാസം വഴിയുമാണ് KRFB പുനഃസംഘടിപ്പിക്കുക. സംസ്ഥാനത്തെ 31 റൂട്ടുകൾ ദേശസാൽക്കരിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച പ്രാഥമിക വിജ്ഞാപനത്തിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി സർവീസിന് 140 കിലോമീറ്റർ ദൂരപരിധി നിശ്ചയിച്ച് ഭേദഗതി വരുത്തും. കേരള ഹൈക്കോടതിയിൽ 5 ഗവൺമെന്റ് പ്ലീഡർമാരുടെയും 5 സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരുടെയും തസ്തികകൾ സൃഷ്ടിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിലും ഗ്രാമലക്ഷ്മി മുദ്രാലയത്തിലെ തൊഴിലാളികൾക്കും ധനകാര്യ വകുപ്പിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ നൽകും. കോഴിക്കോട് ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് N പ്രശാന്തിനെ മാറ്റി പകരം UV ജോസിന് പുതിയ നിയമനം നൽകാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ചരിത്ര കുതിപ്പ്. 7 വിദേശ രാജ്യങ്ങളുടേതുൾപ്പെടെ 104 ഉപഗ്രഹങ്ങളുമായി PSLV C-37 വിക്ഷേപണം വിജയകരമായെന്ന് ISRO അറിയിച്ചു. എല്ലാ ഉപഗ്രഹങ്ങളും ഭ്രമണപഥത്തിൽ എത്തിയെന്നും സ്ഥിരീകരണം. 37 ഉപഗ്രഹങ്ങൾ ഒറ്റയടിക്ക് വിക്ഷേപിച്ച റഷ്യയുടെ റെക്കോർഡാണ് ഇന്ത്യ മറികടന്നത്. വിക്ഷേപണത്തിനായി സൈക്കിളിന്റെ പുറകിൽ റോക്കറ്റ് കെട്ടിവെച്ചു കൊണ്ടുപോയ ആ കാലത്തിൽ തുടങ്ങിയ ISROയുടെ പ്രയാണം ഇന്ന് ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിപ്പിടിക്കുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ISROയുടെ വിശ്വാസ്യതയും സാങ്കേതികതയും ഊട്ടിയുറപ്പിക്കുന്നിടത്ത് എത്തിനിൽക്കുന്നു PSLV C-37ന്റെ വിക്ഷേപണ വിജയം. 104 ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് രാവിലെ 9:28 PSLV C-37 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും കുതിച്ചുയർന്നത്. ഇന്ത്യയുടെ 3ഉം അമേരിക്കയിൽ നിന്നുള്ള 96ഉം നെതർലാൻഡ്, സ്വിറ്റ്സർലൻഡ്, ഇസ്രായേൽ, UAE, കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ ഉപഗ്രഹങ്ങളെയുമാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. 730 കിലോ ഭാരമുള്ള കാർട്ടോസാറ്റ് 2, 30 കിലോ വീതമുള്ള INS-1A, INS-1B എന്നിവയാണ് ഇവയ്ക്കൊപ്പം വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ. എല്ലാ ഉപഗ്രഹങ്ങളുടെയും കൂടി ഭാരം 1378 കിലോഗ്രാമാണ്. ISROയുടെ 85ാമത്തെയും PSLVയുടെ 39ാമത്തെയും ബഹിരാകാശ ദൌത്യമാണിത്. ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായാണ് 100-ലധികം ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിക്കുന്നത്. ദൌത്യം വിജയിച്ചതോടെ 37 ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിച്ച റഷ്യയും 29 എണ്ണം ഭ്രമണപഥത്തിലെത്തിച്ച അമേരിക്കയും ഇന്ത്യക്ക് പിന്നിലായി. ചരിത്ര നേട്ടത്തോടെ ISRO ബഹിരാകാശ രംഗത്തെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയാവുകയാണ്.
ഒറ്റ റോക്കറ്റ് ഉപയോഗിച്ച് 104 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനുള്ള വിക്ഷേപണം വിജയിപ്പിച്ച് ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. PSLV സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ വിക്ഷേപണം സാധ്യമാക്കിയിരിക്കുന്നത്. ഏറെ സങ്കീർണമായ ഈ ദൗത്യത്തിനാവശ്യമായ നൂതന സാങ്കേതികവിദ്യ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുക്കുവാൻ സാധിച്ചുവെന്നത് അഭിമാനകരമായ കാര്യമാണ്. ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനുള്ള ചെലവ് അനേകം മടങ്ങ് കുറയ്ക്കുവാൻ സാധിക്കുമെന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ പ്രായോഗിക നേട്ടം. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും സാങ്കേതിക പ്രവർത്തകരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. മുൻ DGP TP സെൻകുമാറിനെതിരായ വാർത്തയുണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മുൻ DGP TP സെൻകുമാറിനെ IMG ഡയറക്ടർ ജനറലായി നിയമിച്ചു. LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സെൻകുമാറിനെ മാറ്റിയിരുന്നു. പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചുവെങ്കിലും ചുമതല അദ്ദേഹം ഏറ്റെടുത്തിരുന്നില്ല. DGP സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ സെൻകുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചുവെങ്കിലും സർക്കാർ നിലപാട് ശരിവയ്ക്കുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും അവിടെയും തിരിച്ചടി നേരിട്ടു. ജൂൺ 30 വിരമിക്കാനിരിക്കെയാണ് IMG ഡയറക്ടറായി നിയമിതനാകുന്നത്. കോഴിക്കോട് കളക്ടർ N പ്രശാന്തിനെ മാറ്റാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പ്രശാന്തിന് പകരം ടൂറിസം ഡയറക്ടർ UV ജോസിനെ പുതിയ കളക്ടറായി നിയമിച്ചു. കേരള നിയമസഭയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കാൻ കേന്ദ്ര സഹായം തേടി സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരള നിയമസഭയ്ക്ക് പ്രത്യേക ടെലിവിഷൻ ചാനൽ തുടങ്ങുന്നതിന് സഹായം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ജെയ്റ്റ്ലി ഉറപ്പു നൽകി. കേരള നിയമസഭയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുമെന്നും ധനമന്ത്രി ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്പീക്കർ പറഞ്ഞു. അതിലെ പ്രഭാഷണ പരമ്പരയിൽ മെയ് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ അദ്ദേഹത്തിൻ്റെ ഒരു തീയതി നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ആസൂത്രണ പ്രക്രിയയിൽ വഹിക്കേണ്ട പങ്കിനെ സംബന്ധിച്ചുള്ളൊരു പ്രഭാഷണമായിരിക്കും അദ്ദേഹം നടത്തുക. 2, കേരള നിയമസഭ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പേപ്പർ ഫ്രീ അസംബ്ലി എന്നുള്ള പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അസംബ്ലിയെ ഡിജിറ്റലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജിഷ്ണു പ്രണോയിയുടെ മരണത്തെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പായി. തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ വെള്ളിയാഴ്ച കോളേജ് തുറക്കാൻ തീരുമാനമെടുത്തു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾ കോളേജിൽ എത്തില്ലെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനത്തിന് അനുമതി നൽകാനും യോഗത്തിൽ ധാരണയായി. ജിഷ്ണുവിന്റെ മരണത്തെ തുടർന്ന് 40 ദിവസമായി അടഞ്ഞുകിടക്കുന്ന പാമ്പാടി എഞ്ചിനീയറിംഗ് ഫാർമസി കോളേജുകൾ ഈ മാസം 17 തുറക്കാൻ തൃശൂർ ജില്ലാ കളക്ടർ A. കൗശികൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ധാരണയായത്. വിദ്യാർത്ഥി രക്ഷകർത്തൃ പ്രതിനിധികൾ മുന്നോട്ടുവെച്ച ഭൂരിഭാഗം ആവശ്യങ്ങളും മാനേജ്മെന്റ് പ്രതിനിധികൾ അംഗീകരിച്ചു. ചെയർമാൻ P. കൃഷ്ണദാസ് അടക്കം പ്രതിപട്ടികയിലുള്ള 5 പേരും കായിക അധ്യാപകൻ ഗോവിന്ദൻകുട്ടിയെയും കോളേജിൽ നിന്ന് മാറ്റി നിർത്തും. കൃഷ്ണദാസിന്റെ സഹോദരൻ കൃഷ്ണകുമാറിന് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെ ചുമതല കൈമാറും. അപ്പോൾ മാനേജിംഗ് ട്രസ്റ്റിയാണ് അതിന്റെ പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ അങ്ങനെ ഒരു മാനേജിംഗ് ട്രസ്റ്റിയെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ഇതിന്റെ ഭരണം എങ്ങനെ പോകുന്നുള്ള ഒരു ആശങ്ക പൊതുവെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ട്രസ്റ്റിൽ തന്നെ ഉൾപ്പെട്ട ഒരാളെ നമുക്ക് ഇതിന്റെ ചുമതല. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം, കോളേജിൽ PTA, പരാതി പരിഹാര സെൽ എന്നിവ ആരംഭിക്കണം എന്നീ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. കുട്ടികൾക്ക് നഷ്ടപ്പെട്ട അധ്യയന ദിവസങ്ങൾ തിരികെ ലഭിക്കാൻ ശനി, ഞായർ ദിവസങ്ങളിൽ സ്പെഷ്യൽ ക്ലാസുകൾ നടത്തും. ഇന്റേണൽ മാർക്ക് സംവിധാനം സുതാര്യമാക്കും. അക്കാദമിക് കാര്യങ്ങളിൽ മാനേജ്മെന്റിന്റെ അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കും. കോളേജിൽ ഇനിയുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ MLA, ADM, രക്ഷിതാക്കൾ എന്നിവരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കാൻ ധാരണയായി. ഫൈനുകളും പ്രതികാര നടപടികളും ഉണ്ടാകില്ലെന്ന ഉറപ്പും മാനേജ്മെന്റ് പ്രതിനിധികൾ നൽകി. ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ കോളേജിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിക്കുന്നതായി SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു. അതേസമയം കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾക്കായി പോലീസ് അയൽ സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിദ്യാർത്ഥികളുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ അധ്യാപകർക്ക് എങ്ങനെ സ്ഥാനത്ത് തുടരാൻ ആകുമെന്ന് VS അച്യുതാനന്ദൻ. അധ്യാപികമാരുടെ കസേര കത്തിക്കുന്നതിനോട് യോജിക്കുന്നില്ലെങ്കിലും വിദ്യാർത്ഥികളിൽ എങ്ങനെ ആ മാനസികാവസ്ഥ ഉണ്ടായി എന്ന് പരിശോധിക്കേണ്ടതില്ലേ എന്ന് VS ചോദിച്ചു. പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണെന്നും VS പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രശ്നങ്ങളിലേക്ക് VS വിരൽ ചൂണ്ടിയത്. ജാതീയമായ അധിക്ഷേപങ്ങൾ പോലും ക്യാമ്പസിലേക്ക് തിരിച്ചുവരുന്നത് ഗൗരവത്തോടെ കാണണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ പിന്തുണ നഷ്ടപ്പെട്ട അധ്യാപകർക്ക് എങ്ങനെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു പ്രമുഖ കോളേജിലെ
വിദ്യാർത്ഥി പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ച സംഭവം ഉണ്ടായി. ആ സംഭവത്തെ ആരും ന്യായീകരിക്കുന്നില്ല, ന്യായീകരിക്കാൻ കഴിയുന്നതുമല്ല. എന്നാൽ ഒരു അധ്യാപികയുടെ കസേര കത്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എങ്ങനെ കുട്ടികൾ എത്തപ്പെടുന്നു എന്ന് പരിശോധിക്കേണ്ടതല്ലേ? അപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടമാടുന്ന ആശാസ്യമല്ലാത്ത പല പ്രവണതകളും നാം പരിശോധിക്കേണ്ടി വരുന്നത്. ജിഷ്ണുവിന് നീതി ലഭിച്ചില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാതാപിതാക്കളുടെ പരാതിയിൽ കഴമ്പുണ്ടോ? ഉണ്ടെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അവരെ കണ്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഡിപ്പാർട്ട്മെന്റ് യൂണിയന്റെ ഉദ്ഘാടനം VS നിർവഹിച്ചു. ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം സംവിധായകൻ ശ്യാമപ്രസാദും വനിതാ ക്ലബിന്റെ ഉദ്ഘാടനം CI സിസിലി കുമാരിയും നിർവഹിച്ചു. സെനറ്റ് അംഗം മനീഷ് പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലക്ഡി നെഹ്റു കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തി വന്നിരുന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. കളക്ടറുമായി നടത്തിയ ചർച്ച വിജയം കണ്ടതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കോളേജ് ഈ മാസം 17-ന് തുറക്കും. 37 ദിവസമായി അടഞ്ഞുകിടക്കുന്ന ലക്കിടി ജവഹർലാൽ കോളേജിൽ വെള്ളിയാഴ്ച ക്ലാസുകൾ ആരംഭിക്കാനാണ് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായത്. ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കും. അധ്യാപകരല്ലാതെ മാനേജ്മെന്റ് പ്രതിനിധികൾ കുട്ടികളുടെ അച്ചടക്ക കാര്യങ്ങളിൽ ഇടപെടില്ല. സമരത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളോട് പ്രതികാര നടപടികൾ സ്വീകരിക്കില്ല. ഫൈനടക്കം ഫീസുകൾക്ക് കൃത്യമായ റെസിപ്റ്റ് നൽകും. വിദ്യാർത്ഥി യൂണിയൻ രൂപീകരിക്കും. PTA കമ്മിറ്റി നിലവിൽ വരും തുടങ്ങി വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചതോടെയാണ് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം വിജയം കണ്ടത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ അധ്യാപകരുടെ മാതാപിതാക്കന്മാരുടെ ഭാഗത്തുനിന്നും വന്ന ഒരു ആദ്യമായിട്ടുള്ളൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് എത്രയും പെട്ടെന്ന് തുറക്കുക എന്നുള്ളതായിരുന്നു. അതിൽ നമ്മൾ തീരുമാനം എടുത്തതും സക്സസ് ആയതും 17-ാം തീയതി രാവിലെ ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചു. അതിന് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടാവും. ഒരു കാരണവശാലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറുന്ന ഡയറക്ടർ ലാസർ ജോണിനെ മാറ്റണമെന്ന ആവശ്യം മാനേജ്മെന്റ് പരിഗണിക്കാനും ധാരണയായി. വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് മാനേജ്മെന്റ് തുടരില്ല എന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയാണെന്ന് SFI ജില്ലാ സെക്രട്ടറി R ജയദേവൻ പറഞ്ഞു. ഇന്റേണൽ മാർക്കിന്റെയും അറ്റൻഡൻസിന്റെയും പേരിൽ അവിടെ അധ്യാപകർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പീഡനം അവസാനിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കോളേജിനകത്ത് ലിംഗസമത്വം അനുവദിക്കും എന്ന് നമുക്ക് എഴുതി ഉറപ്പ് തന്നിട്ടുണ്ട്. ക്ലാസ് ആരംഭിക്കുന്ന 17-ന് ജില്ലാ കളക്ടറുടെ പ്രതിനിധി കോളേജിലെത്തും. കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ തുടർന്നും ഇടപെടുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാരാമൺ കൺവെൻഷനിൽ സുവിശേഷ പ്രസംഗങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് സുവിശേഷ ഗീതങ്ങൾക്കും. 101 ഗായകരുടെ പ്രത്യേക സംഘം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് ശേഷമാണ് കൺവെൻഷനിൽ സുവിശേഷ ഗീതങ്ങൾ ആലപിക്കുന്നത്. മരാമൺ കൺവെൻഷനിൽ പ്രധാനമാണ് ഗാന ശുശ്രൂഷ. ഫാദർ ജോൺ മത്തായിയാണ് 101-അംഗ ഗായക സംഘത്തിന് നേതൃത്വം നൽകുന്നത്. നവംബർ മാസം മുതൽ ആരംഭിച്ച പരിശീലനത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം തുടങ്ങിയ കൺവെൻഷനിൽ ഇവർ ഗാന ശുശ്രൂഷ അവതരിപ്പിക്കുന്നത്. ഇത്തവണ 100 ഗാനങ്ങളാണ് ഗാന ശുശ്രൂഷയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നത്. ഗായക സംഘത്തോടൊപ്പം തന്നെ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന വിശ്വാസികളും ഗാനങ്ങൾ ആലപിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇവർ കരുതുന്നത്. വിശ്വാസികൾക്ക് ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായി 100 ഗാനങ്ങളടങ്ങിയ പാട്ടുപുസ്തകവും കൺവെൻഷനിൽ വിതരണം ചെയ്യുന്നുണ്ട്. മരാമണിൽ നിന്നും വിജേഷ് നടുവിൽ.